പ്രിയമുള്ളവരെ, എച്ച് കിങ് നൊമാഡ് എന്ന് പറയുന്ന മാഹീനാണ് കുറച്ച് ദിവസങ്ങളിലായി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വം. നമുക്കെല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ വ്ളോഗ് ഇഷ്ടമാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലോട്ട് കടന്നു ചെന്ന് അവിടെ സത്യസന്ധമായി വിലയിരുത്തുന്ന, നമ്മളാരും കാണാൻ ആഗ്രഹിക്കുന്ന, പക്ഷെ നമുക്കൊക്കെ സാഹചര്യങ്ങൾ കൊണ്ട് എത്തിപ്പെടാൻ കഴിയാത്ത ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലേക്ക് അദ്ദേഹം കടന്നു ചെല്ലുകയാണ്. വണ്ടികൾ ലിഫ്റ്റടിച്ചും വഴിയിൽ ടെൻറ്റ് കെട്ടിക്കിടന്നുമൊക്കെയാണ് അദ്ദേഹം ലോകത്തെ നമുക്കായി അനാവരണം ചെയ്തത്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തികൾ നമ്മൾ ശ്ലാഘിക്കേണ്ടതുണ്ട്, പ്രശംസിക്കേണ്ടതുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് ചിലപ്പോഴൊക്കെ അപക്വമായ പെരുമാറ്റങ്ങൾ, അദ്ദേഹത്തിൻ്റെ പ്രായത്തിൻ്റേതായ അപക്വമായ പെരുമാറ്റങ്ങളുണ്ട് എന്നത് സത്യം തന്നെയാണ്. പക്ഷേ എങ്കിലും നമുക്ക് അദ്ദേഹത്തിൻ്റെ പ്രായത്തെ പരിഗണിച്ച് അത് ക്ഷമിക്കാവുന്നതേ ഉള്ളൂ. ഞാൻ പറഞ്ഞു വരുന്നത്, അദ്ദേഹം ഈ അടുത്ത കാലത്ത് ഇസ്രായേലിലെത്തി ചെയ്ത 1-2 വീഡിയോകൾ അത് വളരെ വിവാദമാകുന്നു എന്നതാണ്. പ്രത്യേകിച്ചും അദ്ദേഹം അവിടെ എത്തുന്നതിന് മുമ്പ് നേരത്തെ ചെയ്ത ഒരു വീഡിയോയുമായി കോട്ട് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തെ നേരത്തെ പറഞ്ഞ ഒരു സംഭാഷണത്തിൻ്റെ പേരിൽ അദ്ദേഹത്തെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തുകൊണ്ടാണ് മിക്കപ്പോഴും കേരളത്തിലെ സോഷ്യൽ മീഡിയ അദ്ദേഹത്തെ ആക്രമിച്ചത്. അതിലൊന്ന് KFC എന്ന് പറയുന്ന ഫുഡ് ബ്രാൻഡാണ്. ആ ഫുഡ് ബ്രാൻഡ് ഇസ്രായേലിന് വേണ്ടി ഡൊണേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫണ്ട് ഇസ്രായേലിന് പോകുന്നുണ്ട്, ഇസ്രായേലിൻ്റെ യുദ്ധ ഫണ്ടിലോട്ട് പോകുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ KFC കഴിക്കുമ്പോൾ ഉപയോഗിക്കുന്ന പൈസ ഉപയോഗിച്ച് ഇസ്രായേൽ ആയുധങ്ങൾ വാങ്ങിക്കുന്നുണ്ട് എന്ന് നമ്മുടെ നാട്ടിൽ പ്രചരിപ്പിച്ചു വരുന്ന ഒരു വാർത്തയാണ്. അതിൽ എത്രത്തോളം സത്യമുണ്ടെന്നറിയില്ല. പക്ഷേ KFCയുടെ ഓൺലൈൻ സൈറ്റിലൊക്കെ നോക്കുമ്പോൾ അവരത് നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഒരിക്കലും അദ്ദേഹം KFC കഴിക്കരുത് എന്ന് പറഞ്ഞിട്ടില്ല. മറിച്ച് അങ്ങനെയാണ് പോകുന്നതെങ്കിൽ അത് തെറ്റാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. മിക്കപ്പോഴും അങ്ങനെ ഒരു വാർത്ത നമ്മുടെ ഇടയിൽ പ്രചരിക്കാറുണ്ട്. അതിൻ്റെ സത്യാവസ്ഥ എന്തെന്നറിയില്ല. പക്ഷേ അദ്ദേഹം ഒരിക്കലും KFC കഴിക്കരുത് എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ അദ്ദേഹം ഇസ്രായേലിൽ പോയപ്പോൾ ഇസ്രായേലിൽ KFC കഴിച്ചാൽ ഇസ്രായേലിന് യുദ്ധഫണ്ട് കൊടുക്കുന്നതിന് സഹായകരമാകുമെന്ന് പറഞ്ഞ നീ എന്തിനാണ് ഇസ്രായേലിൽ പോയി ഇസ്രായേലിന് എന്തായാലും നമ്മൾ വിസിറ്റ് വിസയും ഒക്കെ എടുക്കുമ്പോൾ ഇസ്രായേലിന് പൈസ കിട്ടുമല്ലോ, അങ്ങനെയൊക്കെ ചെയ്ത് ഇസ്രായേലിനെ സഹായിക്കുന്നത് എന്ന ഒരു ചോദ്യം കേരളത്തിലെ സംഘ അനുകൂല യൂട്യൂബ് ചാനലുകളിൽ നിന്നുണ്ടായി. മറ്റൊന്ന്, അദ്ദേഹം അവിടെ എത്തിയപ്പോൾ ചില മാർക്കറ്റുകൾ അദ്ദേഹം കറങ്ങുന്നതിന് കാരണമായി. അപ്പോൾ ചില മാർക്കറ്റിലേക്ക് ഐ ലവ് ജൂസ് എന്നെഴുതിയ, ഐ ലവ് ജൂ ബോയ്സ്, ഐ ലവ് ജൂ ഗേൾസ് എന്നൊക്കെ എഴുതിയ ഇന്നർ വെയറുകൾ, ജെട്ടികൾ വിൽക്കുന്നത് കാണാനിടയായി. അപ്പോൾ അദ്ദേഹം അത് വളരെ കൗതുകകരമായൊരു വാർത്ത ആയതുകൊണ്ട് അദ്ദേഹം അത് തൻ്റെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തു. അദ്ദേഹം ഇങ്ങനെ കൊടുത്ത തമ്പനയിൽ ജൂത ജെട്ടി വിൽക്കുന്ന മാർക്കറ്റുകളെന്നായിരുന്നു. അദ്ദേഹം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പോയിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ജെട്ടി മതത്തെ അഡ്രസ്സ് ചെയ്തിട്ട് വിൽക്കുന്നത് അദ്ദേഹം കണ്ടിട്ടില്ല. അതാണ് അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ കൂടി അനാവരണം ചെയ്തത്. മറ്റൊന്ന്, അദ്ദേഹം ചില ആളുകളെ സന്ദർശിക്കുമ്പോൾ അവർ പറയുന്നുണ്ടായിരുന്നു, ജെറുസലേമിലോട്ട് പോകരുത്, അവിടെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളുമുണ്ട്, അവർ നല്ല ആളുകളല്ല, അവർ നിങ്ങളെ ആക്രമിക്കും എന്ന പേരിലൊക്കെ പറഞ്ഞു. പ്രത്യേകിച്ചും ഇസ്രായേലികളുടെ ഒരു ജൂത മനോഭാവത്തിലുള്ള ആളുകളുടെ ഒരു മുസ്ലിം ക്രൈസ്തവ വിരോധം നമുക്കറിയാവുന്നതാണ്, പതിറ്റാണ്ടുകളായിട്ടുള്ള. അതവരുടെ ചില അനുഭവങ്ങളുടെയൊക്കെ വെളിച്ചത്തിലായിരിക്കാം. എന്തായാലും ഈ 3 സെമിറ്റിക് മതങ്ങളും പരസ്പരം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, വ്യത്യസ്ത ഭാഗങ്ങളിൽ പോരടിക്കുന്നുണ്ട്, ക്രൈസ്തവ, മുസ്ലിം, ജൂത സമൂഹങ്ങൾ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, കേരളത്തിൽ ആദ്യമായിട്ട് അല്ല ഒരു യൂട്യൂബർ ഫലസ്തീനെ അനുകൂലിക്കുന്നത്. അദ്ദേഹം മിക്കപ്പോഴും പറയാറുണ്ട്, ഫലസ്തീനെയാണ് ഞാൻ അനുകൂലിക്കുന്നത്, ഹമാസിനെ അല്ലെന്ന്. ഹമാസും ഇസ്രായേലും തമ്മിലുള്ള പോരാട്ടമല്ല അവിടെ നടക്കുന്നത്, മറിച്ച് ഫലസ്തീനും ഇസ്രായേലും തമ്മിലുള്ള പോരാട്ടമാണ്. ഫലസ്തീനും ഇസ്രായേലും തമ്മിലുള്ള പോരാട്ടം. അവിടെ ഹമാസ് എന്ന ഒരു സംഘടനയുടെ പേര് പറഞ്ഞ് തീവ്രവാദ മുഖം ചാർത്തി നമ്മൾ അവരുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളെ നിസ്സാരവൽക്കരിക്കുകയാണ്, അല്ലെങ്കിൽ അതിനെ ഒരു തീവ്രവാദ മുഖം കൊടുക്കുകയാണ് എന്നതാണ് ഏറ്റവും വലിയ വാസ്തവം. ഫലസ്തീൻ്റെ പോരാട്ടം അത് ന്യായമാണ്, അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള അവകാശമാണ് എന്ന തത്വം അംഗീകരിക്കാൻ നമ്മൾ മടിയാണ്. പ്രത്യേകിച്ചും അതിന് വർഗീയതയുടെ മുഖച്ഛായ കൊടുക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. പ്രത്യേകിച്ചും മാഹീൻ എന്ന പേര് തന്നെയാണ് പ്രശ്നം. കാരണം ഇത് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഞാനും ഫലസ്തീൻ്റെ വിമോചനം ആവശ്യമാണ് എന്ന് പറഞ്ഞ് യൂട്യൂബ് ചെയ്യുമ്പോൾ എനിക്ക് ഒട്ടും ബന്ധമില്ലാത്ത STP എന്ന് പറയുന്ന സംഘടനയുടെ ഒരു മേലങ്കി നമ്മളെ അണിയിക്കാൻ ശ്രമിക്കാറുണ്ട്. അത് ഞാനെന്നല്ല, മാഹീൻ ഒരുപക്ഷെ അദ്ദേഹം STP എന്ന പ്രസ്ഥാനത്തെ പറ്റി അറിയത്തുപോലുമില്ലായിരിക്കും. അദ്ദേഹത്തെയും ഒരു STP മേലങ്കി ഇട്ട് കൊടുക്കുവാൻ ശ്രമിക്കാറുണ്ട്. പൊതുവേ ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകളൊക്കെ ഒരു STP മേലങ്കി അണിയിക്കാൻ ശ്രമിക്കാറുണ്ട് എന്നാണ് വാസ്തവം. ഈ വിഷയം കൈകാര്യം ചെയ്യുന്ന ആദ്യത്തെ ആളല്ല മാഹീൻ. പ്രത്യേകിച്ചും കേരളത്തെ പ്രശസ്തരായ യൂട്യൂബർമാർ സുനിത ദേവദാസ് ഉൾപ്പെടെ, സാമുവൽ ജോർജ്, അതുപോലെ യദു കൃഷ്ണൻ, അങ്ങനെ ഒരുപാട് ആളുകൾ
സാമൂഹികമായി പ്രശ്നങ്ങളെ നിരീക്ഷിക്കുകയും വർഗീയതയ്ക്ക് അടിസ്ഥാനത്തിലല്ലാതെ മനുഷ്യത്വത്തെ വിലയിരുത്തുകയും ചെയ്യുന്ന എല്ലാവരും ഫലസ്തീൻ്റെ മോചനം ആഗ്രഹിക്കുന്നുണ്ട്. ഫലസ്തീൻ്റേത് നടക്കുന്നത് സ്വതന്ത്ര സമര പോരാട്ടമാണ് എന്ന് അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ മാഹീൻ്റെ മതം അത് ഒരു പ്രശ്നമാക്കി ചില ആളുകൾ കൊണ്ടുവരുമ്പോഴാണ് ഇത്തരം പുഴുക്കുത്തുകൾ അല്ലെങ്കിൽ ഇത്തരം കൃമികടികൾ ഉണ്ടാകുന്നത് എന്നതാണ് ഏറ്റവും വലിയ വാസ്തവം. ജോൺ പോൾ മാർപ്പപ്പ, ഫ്രാൻസിസ് മാർപ്പപ്പ ഈ അടുത്ത കാലത്തായിട്ട് ഇസ്രായേൽ നടത്തുന്നത് മനുഷ്യത്വരഹിതമായ കടന്നുകയറ്റം, ഇസ്രായേൽ ഫലസ്തീൻ നടത്തുന്നത് വംശ ഉന്മൂലീകരണം, വംശഹത്യയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ എത്രയെത്ര ആളുകളാണ് ഇസ്രായേലിൻ്റെ കടന്നുകയറ്റത്തെ ഇതിനെതിരെ പ്രതികരിച്ചിട്ടുള്ളത്. ഇപ്പോൾ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഇസ്രായേൽ ഫലസ്തീനിൽ നടത്തുന്നത് രക്തരൂക്ഷിതമായ മനുഷ്യക്കുരുതിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ ബെഞ്ചമിൻ നെതന്യാഹുവിനും മുൻ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റിനുമെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ക്രൈസ്തവ രാജ്യങ്ങൾ ബെഞ്ചമിൻ നെതന്യാഹു അവിടെ എത്തിയാൽ അറസ്റ്റ് ചെയ്ത് അന്താരാഷ്ട്ര നീതിന്യായ കോടതിക്ക് മുമ്പിൽ ഹാജരാക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ, നമ്മുടെ പഴയ കാലഘട്ടത്തിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ മഹാത്മാഗാന്ധി മുതൽ ജവഹർലാൽ നെഹ്റു വരെ ഇന്ത്യയുടെ രാഷ്ട്ര നേതാക്കന്മാർ എല്ലാവരും തന്നെ ഫലസ്തീൻ്റെ സ്വതന്ത്ര സമര പോരാട്ടങ്ങളെ അംഗീകരിച്ചിട്ടുണ്ട്, അനുകൂലിച്ചിട്ടുണ്ട്. ഇപ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ, ഫ്രഞ്ച് പ്രസിഡന്റ്, ഹംഗറി, അങ്ങനെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള എല്ലാ രാഷ്ട്രത്തലവന്മാരും ഫലസ്തീൻ്റെ സ്വതന്ത്ര സമര പോരാട്ടങ്ങളെ അനുകൂലിക്കുന്നുണ്ട് എന്നതാണ് ഏറ്റവും വലിയ വാസ്തവം. പക്ഷേ മാഹീൻ അങ്ങനെ പറയുമ്പോൾ അത് അദ്ദേഹത്തിൻ്റെ പേരങ്ങനെ ആയതും അദ്ദേഹം ഒരു പ്രത്യേക സമുദായത്തിൻ്റെ പേരിലായതുകൊണ്ടും അദ്ദേഹത്തിന് വർഗീയ ഛായ കൊടുക്കുന്നത് ഒട്ടും ശരിയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അദ്ദേഹത്തിൻ്റെ പ്രായത്തിൻ്റെതായ അപക്വതകളുണ്ടാകാം, പക്ഷേ അദ്ദേഹം മാത്രമല്ല, അല്ലെങ്കിൽ അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന സമുദായം മാത്രമല്ല ഫലസ്തീൻ്റെ വിമോചനത്തിന് വേണ്ടി ശബ്ദമുയർത്തുന്നത്. നമ്മൾ ഇന്നലെയും ഇന്നും മെനഞ്ഞാന്നുമൊക്കെ ആയിട്ട് ലോകമാധ്യമങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ, പ്രത്യേകിച്ച് ജൂത ഓർത്തഡോക്സ് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന യാഥാസ്ഥിക ജൂത സമൂഹം യൂറോപ്പിൽ വിവിധ ഭാഗങ്ങളിൽ അവർ പരമ്പരാഗതമായ ജൂതന്മാർ വയ്ക്കുന്ന തൊപ്പിയും നീണ്ട താടിയും കോട്ടുമൊക്കെ ഇട്ട് തന്നെ ഫലസ്തീൻ അനുകൂല മുദ്രാവാക്യങ്ങളും ഫലസ്തീൻ കൊടികളുമായി യൂറോപ്പിൻ്റെ വിവിധ തെരുവുകൾ നിറഞ്ഞു നിൽക്കുന്നത് നമ്മൾ കാണുകയാണ്. ഇത് ഒരു സ്വതന്ത്ര സമര പോരാട്ടമാണ്. പതിറ്റാണ്ടുകൾ അക്രമത്തിലും അനീതിയിലും കഴിഞ്ഞിരുന്ന ഒരു ജനത അവരുടെ പിറന്ന നാടിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്ന ഒരു പോരാട്ടമാണ്. അതിൽ മതവും ജാതിയും ഒന്നും ഇടകലർത്തേണ്ട കാര്യമില്ല എന്നതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. പ്രത്യേകിച്ചും അവിടെ ഇൻക്യുബേറ്ററിൽ കഴിയുന്ന ചെറിയ ശിശുക്കളെ പോലും ലക്ഷ്യമാക്കി ഇസ്രായേൽ മിസൈലുകളും ബോംബുകളും വർഷിക്കുമ്പോൾ ആ കുട്ടികൾ വളർന്നു വന്ന് നാളെ ഫലസ്തീൻ്റെ സ്വതന്ത്ര സമര പോരാട്ടങ്ങൾക്ക് ഉദാത്തമായ ഉജ്ജ്വലമായ നേതൃത്വം കൊടുക്കരുത് എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ ഇസ്രായേൽ ഫലസ്തീൻ്റെ ഹോസ്പിറ്റലുകളും അതുപോലെ ചെറിയ കുട്ടികളെ പാർപ്പിക്കുന്ന ഹോസ്പിറ്റലുകളും ഇൻക്യുബേറ്റർ സെൻ്ററുകളൊക്കെ ആക്രമിക്കുമ്പോൾ അത് മനുഷ്യത്വമുള്ള ആൾ എന്ന രീതിയിൽ അതിനെ എതിർക്കേണ്ടതുണ്ട്, അതിനെതിരെ പ്രതികരിക്കേണ്ടതുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസവും വിലയിരുത്തുന്നത്. അത് ഏതെങ്കിലും സമുദായത്തിൻ്റെ പേരിൽ ജനിച്ചതുകൊണ്ട് ആ സമുദായമാണ് ഫലസ്തീനിൽ കൂടുതൽ എന്നതിൻ്റെ പേരിൽ അവരോട് കാണിക്കുന്ന ഐക്യദാർഢ്യമല്ല, മറിച്ച് അത് മാനവരാശിയോട് കാണിക്കുന്ന ഐക്യദാർഢ്യമാണ്. അത് ലോകത്തിൻ്റെ ഏതു ഭാഗത്തായാലും ഐക്യദാർഢ്യം പ്രകടിപ്പിക്കേണ്ടത് തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസവും വിലയിരുത്തലും. തൽക്കാലം ഈ വീഡിയോയുമായി വിടവാങ്ങുന്നു. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ പ്രാർത്ഥന ഉൾപ്പെടുത്തുക. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ പ്രാർത്ഥന ഉൾപ്പെടുത്തുക. ജയ് ഹിന്ദ്.